ഈസിക്ക് വന്നിട്ടുള്ള കുറച്ച് പഴയ ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ പറയുന്നവയിൽ ഹിമാലയ പർവ്വതനിരയുടെ സവിശേഷത ഏതാണ്? ഓപ്ഷൻ എ കിഴക്കോട്ട് പോകുന്നവരും ഉയരം കൂടുന്നു. ഓപ്ഷൻ ബി പടിഞ്ഞാറ് ഭാഗത്ത് ഉയരം ഏറ്റവും കുറവ്. ഓപ്ഷൻ സി കിഴക്കോട്ട് പോകുന്നവരും ഉയരം കുറയുന്നു. ഓപ്ഷൻ ഡി എല്ലാ ഭാഗത്തും ഒരേ ഉയരം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കിഴക്കോട്ട് പോകുന്നവരും ഉയരം കുറയുന്നു. അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ് ഏതാണ്? ഓപ്ഷൻ എ നിസ്സഹകരണ സമരം. ഓപ്ഷൻ ബി നിയമലംഘന സമരം. ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. ഓപ്ഷൻ ഡി ഉപ്പ് സത്യാഗ്രഹം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ നിസ്സഹകരണ സമരമാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ എ പമ്പ. ഓപ്ഷൻ ബി പെരിയാർ. ഓപ്ഷൻ സി പാമ്പാർ. ഓപ്ഷൻ ഡി കുന്തി. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി പാമ്പാറാണ്. അടുത്തത് കേരള നിയമസഭയിൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എത്രയാണുള്ളത്? ഓപ്ഷൻ എ 14. ഓപ്ഷൻ ബി 2. ഓപ്ഷൻ സി 10. ഓപ്ഷൻ ഡി 4. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2. ആകെ 16 സംവരണ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 14 എണ്ണം പട്ടികജാതിയും 2 എണ്ണം വർഗ്ഗക്കാർക്കായിട്ടുള്ളതാണ്. അത് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ്. അടുത്തത് അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ മുഖ്യ കാരണം എന്തായിരുന്നു? ഓപ്ഷൻ എ നീലം കൃഷിയുടെ തകർച്ച. ഓപ്ഷൻ ബി ഊർജ്ജ പ്രതിസന്ധി. ഓപ്ഷൻ സി പ്ലേഗ് ബോണസ്. ഓപ്ഷൻ ഡി പരുത്തിക്ഷാമം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, പ്ലേഗ് ബോണസ്. പ്ലേഗ് ബോണസ് നിർത്തലാക്കിയ മില്ലുടമകളുടെ തീരുമാനത്തിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വം നടത്തിയ സമരമായിരുന്നു അത്. അടുത്തത് ജാതി കുമ്മിയുടെ കർത്താവ്. ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. ഓപ്ഷൻ സി അയ്യങ്കാളി. ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പണ്ഡിറ്റ് കറുപ്പൻ. അടുത്തത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ ഫസൽ അലി. ഓപ്ഷൻ ബി ഹൃദയനാഥ് കുൻസ്രു. ഓപ്ഷൻ സി സർദാർ പട്ടേൽ. ഓപ്ഷൻ ഡി വി പി മേനോൻ. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഫസൽ അലി. 1953 രൂപീകരിച്ച കമ്മീഷൻ്റെ തലവനായിരുന്നു ഫസൽ അലി. അതിൽ എച്ച് എൻ കുൻസ്രുവും കെ എം പണിക്കരും അംഗങ്ങളായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. ഓപ്ഷൻ ബി മാഡം കാമ. ഓപ്ഷൻ സി സരോജിനി നായിഡു. ഓപ്ഷൻ ഡി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അടുത്ത ക്വസ്റ്റ്യൻ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച കിഫ്ബി ബോർഡിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? ഓപ്ഷൻ എ ചീഫ് സെക്രട്ടറി. ഓപ്ഷൻ ബി ധനകാര്യമന്ത്രി. ഓപ്ഷൻ സി മുഖ്യമന്ത്രി. ഓപ്ഷൻ ഡി DGP. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, മുഖ്യമന്ത്രി. വൈസ് ചെയർമാനായിട്ട് വരുന്നത് ധനകാര്യമന്ത്രിയുമാണ്. അടുത്തത് ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ എ കോട്ടയം. ഓപ്ഷൻ ബി ആലപ്പുഴ. ഓപ്ഷൻ സി എറണാകുളം. ഓപ്ഷൻ ഡി കൊല്ലം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആലപ്പുഴ. അടുത്തത് മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിൻ ഏതാണ്? ഓപ്ഷൻ എ മയൂര. ഓപ്ഷൻ ബി മേഘ. ഓപ്ഷൻ സി മേധ. ഓപ്ഷൻ ഡി മാളവിക. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, മേധ. ചെന്നൈയിലെ ഫാക്ടറിയിലാണ് നിർമ്മിച്ചത്. അടുത്തത് കല്ലുമാല സമരം നടന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ വെങ്ങാനൂർ. ഓപ്ഷൻ ബി പെരുന്നാട്. ഓപ്ഷൻ സി കൊല്ലൂർ. ഓപ്ഷൻ ഡി തലശ്ശേരി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി പെരുന്നാടാണ്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. അടുത്തത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ഗവേണൻസ്. ഓപ്ഷൻ ബി കൊമേഴ്സ്. ഓപ്ഷൻ സി ഇമെയിൽ. ഓപ്ഷൻ ഡി സാക്ഷരത. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഗവേണൻസ്. അതായത് ഇൻ്റർനെറ്റ് വഴിയുള്ള സർക്കാർ സേവനങ്ങളെയാണ് പറയുന്നത്. എക്സാമ്പിളായിട്ട് വരുന്നതാണ് അക്ഷയ. അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ബിക്കാനീർ. ഓപ്ഷൻ ബി റാഞ്ചി. ഓപ്ഷൻ സി ലേ. ഓപ്ഷൻ ഡി അഠാരി. ഉത്തരം വരുന്ന അഠാരിയാണ്, പഞ്ചാബിലെ വാഗ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 418 അടി ഉയരമുണ്ട്. അടുത്തത് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനങ്ങൾ ഏറ്റവും ചെറുത് ഏതാണ്? ഓപ്ഷൻ എ ഇരവികുളം. ഓപ്ഷൻ ബി പെരിയാർ. ഓപ്ഷൻ സി പാമ്പാടും ചോല. ഓപ്ഷൻ ഡി കരിമ്പുഴ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി പാമ്പാടും ചോലയാണ്. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിസ്തീർണം 1.32 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്?
ഓപ്ഷൻ എ രാമകൃഷ്ണ മിഷൻ, ഓപ്ഷൻ ബി ആര്യസമാജം, ഓപ്ഷൻ സി വിവേകാനന്ദ സഭ, ഓപ്ഷൻ ഡി പ്രാർത്ഥനാ സമാജം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, രാമകൃഷ്ണ മിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, കറൻസിയെതിരെ പണ കൈമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുവാനായി ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാക്കിയിരിക്കുന്ന മൊബൈൽ ആപ്പ് ഏതാണ്? ഓപ്ഷൻ എ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്, ഓപ്ഷൻ ബി ഡിജി ലോക്കർ, ഓപ്ഷൻ സി ആധാർ പേ, ഓപ്ഷൻ ഡി ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി അല്ലെങ്കിൽ BHIM. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? ഓപ്ഷൻ എ അമരീന്ദർ സിംഗ്, ഓപ്ഷൻ ബി യോഗി ആദിത്യനാഥ്, ഓപ്ഷൻ സി ത്രിവേന്ദ്ര സിംഗ് റാവത്ത്, ഓപ്ഷൻ ഡി ബീരേൻ സിംഗ്. ഉത്തരം ഓപ്ഷൻ ബി യോഗി ആദിത്യനാഥ്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ മൂലമറ്റം, ഓപ്ഷൻ ബി കായംകുളം, ഓപ്ഷൻ സി ഷോളയാർ, ഓപ്ഷൻ ഡി ചെങ്കുളം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, മൂലമറ്റം. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഒരേയൊരു ഭൂഗർഭ വൈദ്യുത നിലയമാണിത്. അടുത്തത്, നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് ടിബറ്റ്, ഓപ്ഷൻ ബി ഹരിയാന ടിബറ്റ്, ഓപ്ഷൻ സി ഉത്തർപ്രദേശ് ടിബറ്റ്, ഓപ്ഷൻ ഡി സിക്കിം ടിബറ്റ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സിക്കിം ടിബറ്റ്. അടുത്തത്, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? ഓപ്ഷൻ എ 68°7' കിഴക്ക്, 97°25' കിഴക്ക്, ഓപ്ഷൻ ബി 8°4' വടക്ക്, 37°6' വടക്ക്, ഓപ്ഷൻ സി 12°8' വടക്ക്, 97°25' വടക്ക്. 8°4' കിഴക്ക്, 37°6' കിഴക്ക്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ മുംബൈ മംഗലാപുരം, ഓപ്ഷൻ ബി ഭട്കൽ ഉടുപ്പി, ഓപ്ഷൻ സി റോഹ മംഗലാപുരം, ഓപ്ഷൻ ഡി മുംബൈ ഉടുപ്പി. അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, റോഹ മംഗലാപുരം. അതായത് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ നീണ്ടു നിൽക്കുന്നതാണ് കൊങ്കൺ റെയിൽവേ. ഏകദേശം 91-ലധികം തുരങ്കപാതകളുണ്ട് കൊങ്കൺ റെയിൽവേയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, കറൻസി രഹിത പണമിടപാടുകൾക്കായുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ഓപ്ഷൻ എ 15555, ഓപ്ഷൻ ബി 1515, ഓപ്ഷൻ സി 1414, ഓപ്ഷൻ ഡി 14444. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ്ണ പതാകയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള താമരകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 2. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 8. അടുത്ത ക്വസ്റ്റ്യൻ, വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യശാഖയിൽ നിന്നും ഉൾപ്പെടുന്നതാണ്? ഓപ്ഷൻ എ കഥ, ഓപ്ഷൻ ബി കവിത, ഓപ്ഷൻ സി യാത്രാവിവരണം, ഓപ്ഷൻ ഡി നോവൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നോവൽ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതിയാണ് ആനന്ദമഠം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ കേന്ദ്ര മന്ത്രിസഭ, ഓപ്ഷൻ ബി രാഷ്ട്രപതി, ഓപ്ഷൻ സി UPSC, ഓപ്ഷൻ ഡി പാർലമെൻറ്റ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, രാഷ്ട്രപതി. അടുത്ത ക്വസ്റ്റ്യൻ, വേല ചെയ്താൽ കൂലി വേണം എന്ന് ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദൻ, ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികൾ. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വൈകുണ്ഠ സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, മലബാറിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആരാണ്? ഓപ്ഷൻ എ KCS മണി, ഓപ്ഷൻ ബി K കേളപ്പൻ, ഓപ്ഷൻ സി അലി മുസ്ലിയാർ, ഓപ്ഷൻ ഡി അംശി നാരായണപിള്ള. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, K കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതും അദ്ദേഹമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാധിരാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബി പൊയ്കയിൽ യോഹന്നാൻ, ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ഡി TK മാധവൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ഏതാണ്? ഓപ്ഷൻ എ കാക്കനഡ, ഓപ്ഷൻ ബി ലാഹോർ, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി അമരാവതി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അമരാവതി. INC പ്രസിഡന്റായ ഒരേ ഒരു മലയാളിയാണ് അദ്ദേഹം. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യ നേതാവ് ആരാണ്? ഓപ്ഷൻ എ തലക്കൽ ചന്തു, ഓപ്ഷൻ ബി ചെമ്പൻ പോക്കർ, ഓപ്ഷൻ സി കുങ്കൻ നായർ, ഓപ്ഷൻ ഡി കൈതേരി അമ്പു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ തലക്കൽ ചന്തു ആണ്. അടുത്തത്, KPR ഗോപാലിനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം, ഓപ്ഷൻ ബി മൊറാഴ സമരം,
ഓപ്ഷൻ സി അഞ്ചുതെങ്ങ് കലാപം. ഓപ്ഷൻ ഡി കരിവള്ളൂർ സമരം. ഇതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, മൊറാഴ സമരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുമ്പ് AOHM സ്ഥാപിച്ച സംഘടന ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യൻ അസോസിയേഷൻ. ഓപ്ഷൻ ബി മദ്രാസ് മഹാജനസഭ. ഓപ്ഷൻ സി ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഓപ്ഷൻ ഡി കൽക്കത്ത അസോസിയേഷൻ. ഇതിന് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇന്ത്യൻ നാഷണൽ യൂണിയൻ. അടുത്ത ക്വസ്റ്റ്യൻ, നൈ താലീം വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ടാഗോർ. ഓപ്ഷൻ ബി ഗാന്ധിജി. ഓപ്ഷൻ സി ഗോഖലെ. ഓപ്ഷൻ ഡി നെഹ്റു. കുട്ടികൾക്കായുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകാനായി കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു ഇത്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗാന്ധിജി. അടുത്തത്, നീൽ ദർപ്പൺ എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ ദീനബന്ധു മിത്ര. ഓപ്ഷൻ ബി ശിശിർ കുമാർ ഘോഷ്. ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓപ്ഷൻ ഡി സത്യേന്ദ്രനാഥ ടാഗോർ. ഇതിൻ്റെ ഉത്തരം വരുന്നത് ദീനബന്ധു മിത്രയാണ്. ബ്രിട്ടീഷുകാരുടെ നീലം കർഷകരോടുള്ള ക്രൂരത വിവരിക്കുന്ന പ്രശസ്തമായ ഒരു നാടകമാണ് നീൽ ദർപ്പൺ. അടുത്ത ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചിട്ടാണ്? ഓപ്ഷൻ എ 32-ാം അനുച്ഛേദം. ഓപ്ഷൻ ബി 29-ാം അനുച്ഛേദം. ഓപ്ഷൻ സി 17-ാം അനുച്ഛേദം. ഓപ്ഷൻ ഡി 21-ാം അനുച്ഛേദം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 32-ാം അനുച്ഛേദം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ മുദ്രയുടെ അടിസ്ഥാനമായ അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഓപ്ഷൻ എ കാശി. ഓപ്ഷൻ ബി ബോധ്ഗയ. ഓപ്ഷൻ സി സാരാനാഥ്. ഓപ്ഷൻ ഡി കൊണാർക്ക്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, സാരാനാഥ്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥൻ്റെ മേൽ ശരിയായ മറുപടി നൽകുന്നത് വരെയുള്ള കാലയളവിൽ ഓരോ ദിവസം എത്ര രൂപ വരെ പിഴ ചുമത്താനാണ് വിവരാവകാശ കമ്മീഷന് അധികാരമുള്ളത്? ഓപ്ഷൻ എ 500 രൂപ. ഓപ്ഷൻ ബി 250 രൂപ. ഓപ്ഷൻ സി 1000 രൂപ. ഓപ്ഷൻ ഡി 100 രൂപ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 250 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, സുരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം ഏതാണ്? ഓപ്ഷൻ എ നിർദ്ദേശക തത്വങ്ങൾ. ഓപ്ഷൻ ബി മൗലികാവകാശങ്ങൾ. ഓപ്ഷൻ സി ദേശീയ ചിഹ്നം. ഓപ്ഷൻ ഡി മൗലിക കടമകൾ. അതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മൗലിക കടമകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ DK കാർവെ. ഓപ്ഷൻ ബി GG അഗാർക്കർ. ഓപ്ഷൻ സി രാജഗോപാലാചാരി. ഓപ്ഷൻ ഡി സർ സയ്യിദ് അഹമ്മദ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, DK കാർവെ. SNDTയുടെ സ്ഥാപകനാണ് അദ്ദേഹം. കേരളത്തിലെ ഔദ്യോഗിക മൃഗം ഏതാണ്? ഓപ്ഷൻ എ കടുവ. ഓപ്ഷൻ ബി ആന. ഓപ്ഷൻ സി വരയാട്. ഓപ്ഷൻ ഡി നക്ഷത്ര ആമ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആന. അടുത്ത ക്വസ്റ്റ്യൻ, മംഗളവൻ എന്ന പക്ഷിസങ്കേതം ഏത് നഗരത്തിലാണ്? ഓപ്ഷൻ എ കോഴിക്കോട്. ഓപ്ഷൻ ബി തൃശ്ശൂർ. ഓപ്ഷൻ സി തിരുവനന്തപുരം. ഓപ്ഷൻ ഡി എറണാകുളം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എറണാകുളം. അടുത്തത്, ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ ഏതാണ്? ഓപ്ഷൻ എ ചെങ്കടൽ. ഓപ്ഷൻ ബി ബംഗാൾ ഉൾക്കടൽ. ഓപ്ഷൻ സി അറബിക്കടൽ. ഓപ്ഷൻ ഡി കാസ്പിയൻ കടൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അറബിക്കടൽ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ എ ആലപ്പുഴ. ഓപ്ഷൻ ബി കണ്ണൂർ. ഓപ്ഷൻ സി കാസർഗോഡ്. ഓപ്ഷൻ ഡി മലപ്പുറം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, കണ്ണൂർ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ എ ലോക്പാൽ. ഓപ്ഷൻ ബി വിജിലൻസ് കമ്മീഷൻ. ഓപ്ഷൻ സി ഓംബുഡ്സ്മാൻ. ഓപ്ഷൻ ഡി ലോകായുക്ത. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ലോകായുക്ത. അടുത്ത ക്വസ്റ്റ്യൻ, ഗംഗ യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി ഏതാണ്? ഓപ്ഷൻ എ സുപ്രീം കോടതി. ഓപ്ഷൻ ബി മുംബൈ ഹൈക്കോടതി. ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ് ഹൈക്കോടതി. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ കൊച്ചി, മൈസൂർ, പാട്യാല. ഓപ്ഷൻ ബി ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ഓപ്ഷൻ സി ഹൈദരാബാദ്, മൈസൂർ, കൊച്ചി. ഓപ്ഷൻ ഡി തിരുവിതാംകൂർ, കൊച്ചി, ജുനഗഡ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹൈദരാബാദും കാശ്മീരും ജുനഗഡും. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ഓപ്ഷൻ എ ചെമ്പഴന്തി. ഓപ്ഷൻ ബി മുരുക്കുമ്പുഴ. ഓപ്ഷൻ ഡി ഉല്ലല. ഓപ്ഷൻ ഡി ശിവഗിരി. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ചെമ്പഴന്തി.
അടുത്ത ക്വസ്റ്റ്യൻ, മിശ്ര വിവാഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചത് ആരാണ്? ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ സി കുമാരഗുരു, ഓപ്ഷൻ ഡി കുമാരനാശാൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, വി ടി ഭട്ടതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രഹ്മപുത്രയുടെ പോഷക നദി ഏതാണ്? ഓപ്ഷൻ എ ജലം, ഓപ്ഷൻ ബി യമുന, ഓപ്ഷൻ സി തിസ്ത, ഓപ്ഷൻ ഡി ലൂണി. ഇതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, തിസ്ത. അടുത്ത ക്വസ്റ്റ്യൻ, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം ഏതാണ്? ഓപ്ഷൻ എ ഉപദ്വീപീയ പീഠഭൂമി, ഓപ്ഷൻ സി തീരസമതലങ്ങൾ, ഓപ്ഷൻ സി ഉത്തരപർവ്വത മേഖല, ഓപ്ഷൻ ഡി ദ്വീപ് സമൂഹങ്ങൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഉപദ്വീപീയ പീഠഭൂമി. കൽക്കരിയുടെയും ഇരുമ്പ് തുടങ്ങിയ ധാതുക്കൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇവിടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല ഏതാണ്? ഓപ്ഷൻ എ ഭിലായ് ഇരുമ്പുരുക്കുശാല, ഓപ്ഷൻ ബി ബൊക്കാറോ ഇരുമ്പുരുക്കുശാല, ഓപ്ഷൻ സി വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കുശാല, ഓപ്ഷൻ ഡി ടാറ്റ ഇരുമ്പുരുക്കുശാല. ഇതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കുശാല. ഇത് കർണാടകയിലെ ഭദ്രാവതിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, കേരളത്തിലെ തീരദേശ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു ഏതാണ്? ഓപ്ഷൻ എ യുറേനിയം, ഓപ്ഷൻ ബി തോറിയം, ഓപ്ഷൻ സി പോളികാർബൺ, ഓപ്ഷൻ ഡി ചുണ്ണാമ്പുകല്ല്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, തോറിയം. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച സരോഗസി റെഗുലേഷൻസ് ബിൽ 2016 ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ വാടക ഗർഭധാരണ നിയന്ത്രണം, ഓപ്ഷൻ ബി ദത്തെടുക്കൽ നിരുത്സാഹപ്പെടുത്തൽ, ഓപ്ഷൻ സി ലിംഗനിർണയ പരിശോധന നിയന്ത്രണം, ഓപ്ഷൻ ഡി സിസേറിയൻ നിയന്ത്രണം. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന കായിക ദിനം എന്നാണ്? ഓപ്ഷൻ എ ആഗസ്റ്റ് 26, ഓപ്ഷൻ ബി സെപ്റ്റംബർ 9, ഓപ്ഷൻ സി ഒക്ടോബർ 13, ഓപ്ഷൻ ഡി നവംബർ 1. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഒക്ടോബർ 13. അടുത്ത ക്വസ്റ്റ്യൻ, വെള്ളപ്പൊക്കം തടയുന്നതിന് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ ഏതാണ്? ഓപ്ഷൻ എ തോട്ടപ്പള്ളി സ്പിൽവേ, ഓപ്ഷൻ ബി തണ്ണീർമുക്കം ബണ്ട്, ഓപ്ഷൻ സി വില്ലിംഗ്ടൺ ദ്വീപ്, ഓപ്ഷൻ ഡി പാതിരാമണൽ ദ്വീപ്. ഇതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, തോട്ടപ്പള്ളി സ്പിൽവേ. തണ്ണീർമുക്കം ബണ്ടാണെങ്കിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായിട്ടുള്ളതാണ്.